എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ അൽറൈ റെസ്റ്റോറൻറ്റിലേക്ക് പോകട്ടോ. ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ മന്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ഹലോ ബൈ, ഹലോ ബൈ. കേറ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ അൽറൈ റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ നടക്കാനെല്ലാം പോകുന്നത് അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ്. പക്ഷേ ഞങ്ങൾ പോയത് 12:45 ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ കാർ എടുത്തത്. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ അൽറൈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അറബിക് ഡിഷസ് ആണ് കിട്ടുക. പിന്നെ നമ്മൾ അവിടെ പോയി കഴിക്കുന്നതിൻ്റെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഫലാഫിലും അതും ഭയങ്കര ഫേമസ് ആട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ അവിടെ ചായയും കടിയായിട്ട് കിട്ടുന്നത് ഫലാഫിലാണ്. ഫലാഫിൽ മാത്രമല്ല വേറെയും അറബിക് സ്നാക്സുകൾ കിട്ടും. പക്ഷേ ഫലാഫിൽ കുറച്ച് ഫേമസ് ആണ്. ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ്. സ്റ്റോപ്പിനകത്ത് AC ഉണ്ട്. പിന്നെ റൂട്ട് മാപ്പ് ഉണ്ട്. ബസ്സിൻ്റെ റൂട്ട് മാപ്പ്, ബസ് നമ്പർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ കാണുന്നതാണ് അൽറൈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഈവനിങ് നല്ല തിരക്കായിരിക്കും. ഈവനിങ് നൈറ്റെല്ലാം ഇവിടെ നല്ല തിരക്കായിരിക്കും. പാർക്കിങ്ങൊന്നും ഉണ്ടാവില്ല. എന്നും ഇവിടെ തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. വെൽക്കം ഡ്രിങ്ക്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. പിന്നെ ഇത് അറബിക് സ്വീറ്റ്സ് ആട്ടോ. നടക്ക
ആദ്യം തന്നെ സ്റ്റാർട്ടറാണ് കൊണ്ട് തന്നത്. സ്റ്റാർട്ടറായിട്ട് സൂപ്പാണ്, മട്ടൺ സൂപ്പിൽ പരിപ്പ് വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ സലാഡ് ഉണ്ട്, പിന്നെ ഇതൊരു സ്നാക്സാണ്. സ്നാക്സ് നമ്മൾ പൊടിച്ചിട്ട് സൂപ്പിലിട്ട് കഴിക്കാനുള്ളതാണ്. ഈ സ്നാക്സ് നമ്മൾ അച്ചപ്പത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. അച്ചപ്പത്തിൻ്റെ അതേ ടേസ്റ്റില്ല, ചെറിയൊരു ടേസ്റ്റ്, പേരറിയില്ല. യേശു ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊടിക്കുക, കൂടിയിട്ട് കഴിക്കുക. സലാഡിൽ വരുന്നത് ക്യാബേജിൻ്റെ ലീഫ്, ഉപ്പിലിട്ട മുള്ളങ്കി, റാഡിഷ്, ഗ്രീൻ ചില്ലി, കുക്കുംബർ, പിന്നെ ഉപ്പിലിടാത്ത ഫ്രഷ് കുക്കുംബറുണ്ട്, ഓനിയനുണ്ട്. ഞങ്ങൾ 2 മന്തിയാണ് ഓർഡർ ചെയ്തത്. ഒരു മട്ടൺ മന്തിയും ഒരു ചിക്കൻ മന്തിയും. ഇത് മട്ടൺ മന്തിയാണ്. മന്തി റൈസിന് മേലെ ബദാമും കാഷ്യും നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതാണ് അതിൽ മേലെ. പിന്നെ ചെറിയൊരു സ്ലൈസ് ക്യാരറ്റ് ഉണ്ട്, മല്ലിയില. ചിക്കൻ മന്തിയിലും അതുപോലെ തന്നെ റൈസിന് മേലെ നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തതുണ്ട്. ചെറിയൊരു സ്ലൈസ് ലെമൺ ഉണ്ട്, പിന്നെ സ്ലൈസ് ചെയ്ത കുക്കുംബർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് തൈരും ടൊമാറ്റോ സലാഡാണ്. ഒരു മന്തിയിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് റൈസ്, അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. ഞാനും കുഞ്ഞുട്ടനും ചിക്കൻ മന്തി ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. മട്ടൺ മന്തിയോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കേശുട്ടൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഫുഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അവനൊരു പ്ലേറ്റിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് അവൻ കഴിച്ചോളും. യേശു മാമ കഴിക്കുന്നു.
അപ്പോൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ബാക്കി വരുന്ന മട്ടൻ മന്തി നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സുലൈമാനിയാണ്, കട്ടൻ ചായ അറബിക് മസാല ഇട്ടിട്ടുള്ള ഒരു സുലൈമാനിയാണിത്. ഇവിടെ ഒരു ഫ്ലാസ്കിൽ അവർ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. ഇനി കാണുന്നത് ലിഫ്റ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിനകത്ത് ഇങ്ങനെയൊക്കെയാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലും ഇതുപോലെ തന്നെയാണ്, മേലെ സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് ഇവിടെ. ഇതൊരു രസനയുടെ ഒരു ടേസ്റ്റാണ് കിട്ടിയത്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ രസനയുടെ ഒരു ടേസ്റ്റ്. പിന്നെ കുക്കുംബർ, മിൻറ്റ്, ലെമൺ എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. മറ്റുള്ള റെസ്റ്റോറൻറ്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.